ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എഡ്രിക്കോട്ടെ ഷഹ്മ മോളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വൈറലായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ അതിനപ്പുറത്തേക്ക് വളരെ ഹൃദ്യമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ ഫോട്ടോൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോക്ക് അവസാനം പറയാം. പ്രവാസ ലോകത്തു നിന്നും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച സ്നേഹത്തിനും ഐശ്വര്യത്തിനും തിരിച്ച് അവർക്ക് നൽകുന്ന കടപ്പാട് നന്ദി പല രീതിയിലാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അവർ നമുക്ക് നൽകിയ സ്നേഹത്തിന് പകരമായിട്ടൊരു പക്ഷേ എത്ര കൊടുത്താലും മതിയാവില്ല. എഡ്രിക്കോട് പാലച്ചിറമാട് ദുബായിലെ സാബിൽ പാലസിൻ്റെ പേരിൽ ഒരു റോഡും ഒരു സ്ഥലവുമുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു കഥയുണ്ട്. എഡ്രിക്കോട്ടെ കുഞ്ഞ് മൊയ്തീൻക 50 വർഷങ്ങൾക്ക് മുന്നേ ദുബായിലെത്തുന്നു. ഒരുപാട് ജോലികൾ അന്വേഷിക്കുന്നതിനിടെ ചാവക്കാട്ടെ ഖാദർ ഹാജി എന്ന വലിയ മനുഷ്യൻ കുഞ്ഞ് മൊയ്തീൻഖാനെ ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദിൻ്റെ മാതാവായ ഷെയ്ഖ ലത്തീഫയോട് ഒരു വിഷയം പറയുന്നു. കുഞ്ഞ് മൊയ്തീൻഖാക്ക് ജോലിയില്ല എന്നുള്ള പ്രയാസം. ഉടൻ തന്നെ ഷെയ്ഖ ലത്തീഫ പാലസിലെ നാത്തൂർ ജോലി കുഞ്ഞ് മൊയ്തീൻഖാനെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് മൊയ്തീൻഖാൻ്റെ അതിനുശേഷമുള്ള ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ദുബായിലെ ഷെയ്ഖ് ഫാമിലിയും ദുബായ് സാബിൽ പാലസും അതിനുള്ള കടപ്പാടും നന്ദിയും എത്ര കൊടുത്താലും മതിയാവില്ല. അതിൻ്റെ സ്മരണക്കായിട്ടാണ്, ആ പാലസിൻ്റെ ഓർമ്മക്കായിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന തൻ്റെ എഡ്രിക്കോട്ടെ തൻ്റെ പ്രദേശത്തിന് സാബിൽ നഗർ എന്ന പേരിട്ടിട്ടിരിക്കുന്നത്. ഇതിലേറ്റവും വലിയ സന്തോഷം റിജൻസി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ എ.പി. ഷംസുദ്ദീൻ സാഹിബ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യുന്നു. അവർ അദ്ദേഹത്തോട് കുഞ്ഞ് മൊയ്തീൻഖാനോട് ആ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. വീഡിയോ മിസ് ചെയ്യാതെ കാണാം. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇവിടുത്തെ ഈ റോഡിന് സബീൽ റോഡ് എന്ന് നാമകരണം ചെയ്തു എന്ന് മാത്രമല്ല, ഈ റോഡ് ഉണ്ടാക്കാൻ മുൻകൈ എടുത്തതും കുഞ്ഞ് മൊയ്തീൻഖ എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട്. ഞാൻ രാവിലെ കോട്ടയം ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്താണ്ട് അമ്പനെ കണ്ടോ ചോദിക്കേ, ഞങ്ങള് നാട്ടുകാരുണ്ട്, ഞങ്ങള് പാലസിലെ ആളുണ്ടല്ലോ ഇവിടെ, എപ്പോഴും കാണുന്നുണ്ട് വീഡിയോയില്. സന്തോഷം. സമയം അപ്പൊ അന്നിങ്ങനെ കണ്ടപ്പോ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോ ഈ സാബിൽ റോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഞാനൊന്ന് കാണണം. അതെ പിന്നെ ആ പേര് മറക്കണ്ട, ഷെയ്ഖ് മുഹമ്മദിന്റെ വാപ്പ ഉണ്ടായിരുന്നു. ഉമ്മയാണ് എനിക്ക് ജോലി ആക്കി ഉമ്മയുടെ അടുത്ത് പോയി പറഞ്ഞ് എന്റെ ഒരാളുണ്ട്. കാതറാജും കുഞ്ഞാവാജിയാണ് അവിടെ ഉള്ളത്. കാതറാജും കുഞ്ഞാവാജി എന്നല്ല അന്ന് മരിച്ചിരിക്കുന്നത്. അതെ, ആ മെച്ചിന്റെ കാതറാജി ഉള്ളോ? അതെ, ഇപ്പോഴും ഒരാളുണ്ട്. ആ രാജി ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞ് എന്റെ ഒരാളുണ്ട്, ജോലി ഇല്ല. ഷെയ്ഖ് റാഷിദ് സയ്യിദിന്റെ ഭാര്യ, അതായത് ഷെയ്ഖ് മുഹമ്മദിന്റെ ഉമ്മ പറഞ്ഞു. പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വിടുമ്പോ വിളിച്ച് ആളേറ്റ് പോവാന്ന് പറഞ്ഞാണ്ട് കായരാജൊക്കെ വിളിച്ച്. കായരാജ് അപ്പോൾ ആളേറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവിടെ സുലൂമ് എന്ന് പറഞ്ഞൊരു അറബിൻ്റെ അറബിലോട് പറഞ്ഞ് ഒരു താലെടുത്ത് കൊടുക്ക്, ആമത്തായി താലി മോനൊക്കെ എടുക്കാനുള്ള വർണോസും ഇതൊക്കെ എടുത്തു കൊടുക്ക്. അവിടെ അത്തിയില് നാത്തൂറായിട്ട് അവിടെ നിന്നോട്ടെ. അപ്പൊ അവിടെ വെള്ളം നിൽക്കണ സ്ഥലമുണ്ട്, അതില് മീനൊക്കെ ഉണ്ട്, പുഴ മീന്. അങ്ങനത്തെ കാടാണ്, പെരും കാടായിരുന്നു അന്ന്. അത്തമല ഒന്നും ഉണ്ടാക്കലില്ല. ഞാൻ ഗാവന്റെ വണ്ടിയില് മുറി ഗാവ ഇഷ്ടമായിരിക്കും, ഗാവന്റെ വണ്ടിയിൽ. എന്നിട്ട് ഷംസുക്ക എന്താണ് നിങ്ങള് മൂപ്പരെ ശരിക്കും അവിടെ പരിചയമില്ല, പക്ഷെ കേൾക്കാൻ അതെ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ റോഡിന്റെ പേരെന്നതായി മാറി. റോഡിന്റെ പേര് അതാക്കി. ഞാൻ പറഞ്ഞു അത്രയും കൊല്ലം അവിടെ പണിയെടുത്തിന് നമുക്ക് അവിടെ മറക്കാൻ പറ്റൂല, സാബിയില് മറക്കാൻ പറ്റൂല. പിന്നെ അതിലേത് മക്കളൊക്കെ അടക്കം പോയി, മക്കളൊക്കെ ഉണ്ട് അവിടെ. അതായത് പഴയ ഓർമ്മ വേണ്ടി അങ്ങനെ നിങ്ങള് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? വന്നിട്ട് 24 കൊല്ലം കഴിഞ്ഞു.
അത്രയധികം സ്നേഹമാണ് നമ്മൾ സംശോക്കാം. ബസ്സിന് പേര് കണ്ടിട്ടുണ്ട്, വീടുകൾക്ക് പേര് കണ്ടിട്ടുണ്ട്, ഗൾഫിന്റെ ഇങ്ങനെ പാലസിന്റെയും അവിടുത്തെ ഭരണാധികാരികളുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല എന്താ പക്ഷെ ആ ഒരു സ്നേഹം വേറെ അല്ലേ? അത് അവര് നമ്മള് സ്നേഹിച്ചൊരു ഇതുണ്ട്, അത് നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റില്ല. ഓർക്ക് വാർപ്പൊന്നും ആവശ്യമില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. അത് ആ പഴയ കാലത്തുണ്ടായിരുന്നു. കാവടിച്ചു നമ്മൾ അറബിക്കാവാണ്, കുറച്ച് അറബിക്കാവാണ്. ഹെലികോപ്റ്ററിൽ അവിടെ വന്നിറങ്ങും. അത് ബുധനാഴ്ച വരും. അതുവരെ ഞാനാണ് ഗേറ്റ് കണ്ടാല്. ബുധനാഴ്ച അറസ്റ്റ് നിൽക്കും, ശനിയാഴ്ച അറസ്റ്റ് ക്ലാസ് വരും. അന്ന് ബോഡി ഗാർഡും മിലിറ്ററി ഒക്കെ ഉണ്ടാവും. അങ്ങനെ വലിയൊരു സീനിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇതേമാതിരി കാസാലും ടേബിൾ ഇട്ടുകൊണ്ടല്ല, മജ്ലിസിൽ അവിടെ ഇരുന്നിട്ട് അല്ല ശൈഖ്യവാസ് ഉണ്ടായിരുന്ന അന്ന് ആ കാലത്ത് അല്ല ഇപ്പോഴും മോഹൻലാൽ ഷെയ്ഖ് മുഹമ്മദ് ഇപ്പോഴും ബോഡിഗാർഡൊക്കെ വന്ന് ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളുണ്ടാവും ചുറ്റുപുറം ജോലിക്കാർ ചുറ്റുപുറം നിൽക്കുന്നുണ്ടാവും. അവിടുന്ന് ഒരാളിങ്ങോട്ട് എണിച്ചാൽ പറയും അവിടെ ഇരിക്ക്, തിന്നാൻ പറയും. അവിടുന്ന് ഷെയ്ഖ് ഉണ്ടാവും അടുത്ത്, ഷെയ്ഖ് റാസി അടുത്തുണ്ടാവും. അവിടെ ഇരിക്കാൻ ഇരുന്ന് ഒപ്പം നിന്ന് തിന്നണം. അങ്ങനെ പരിപാടിയല്ല. അപ്പോൾ അവിടെ തണലിൻ്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ഞങ്ങളൊരു വീഡിയോ ഇപ്പോൾ ചെയ്തു. അവിടുന്ന് ഫസ്റ്റ് കിട്ടിയ ആഫിൽ 10 ലക്ഷം രൂപയാണ് തണൽ ചാരിറ്റി. പിന്നെ ഷംസൂക്ക് ഉൾപ്പെടെയുള്ള സമുദായക്കണതിൻ്റെ ചെയർമാനല്ലേ, ഇവരുടെ ഒരു ചാരിറ്റി ഇതാണ്, ഫാമിലി ട്രസ്റ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ സംഭവമാണ്, ചെറിയ സംഭവമല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ തിരക്കിനിടയിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്. തങ്ങളെന്താ പറഞ്ഞു? സംസാരം അങ്ങനെ പിന്നെ പഴയ സതീർത്ഥരെ കണ്ട് പഴയ ആളുകളൊക്കെ തിരഞ്ഞു കാണാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ള വലിയ കാര്യമാണ്. സാധാ ഇത് പിന്നെ വൈറലായ ഈ പെൺകുട്ടി കുഞ്ഞി മൊയ്തീൻ ഖാൻ്റെ പേരക്കുട്ടിയാണ്. ദുബായ് യാത്രക്കിടെ ആണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ദുബായ് ഭരണാധികാരിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ അവസരം ലഭിച്ചത്. പക്ഷേ ദുബായ് ഭരണാധികാരിക്ക് പിന്നെ കുഞ്ഞി മൊയ്തീൻ ഖാ തങ്ങളുടെ പാലസിലെ പഴയൊരു ജീവനക്കാരനാണ് എന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ പറഞ്ഞാൽ അറിയുമായിരുന്നു. അത് ആ ഫോട്ടോ പിന്നെ വെറും യാദൃശ്ചികം മാത്രമാണ്, അപ്രതീക്ഷിതമായിട്ടുണ്ടായൊരു സംഭവമാണ്.